എല്ലാവർക്കും വന്ദനം. ജീസസ് എവരിഡേ ശ്രദ്ധിക്കുന്ന ഓരോ കുടുംബങ്ങളും ഈ ദിവസം മുതൽ കർത്താവിൻ്റെ ബലവും കൃപയും അനുഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് ആരംഭിക്കുന്നു. ഓരോ ദിവസം കഴിയും തോറും കർത്താവിനോട് കൂടുതൽ അടുക്കുക, പ്രാർത്ഥനയോട് അടുക്കുക, വിശ്വാസത്തിൽ വർദ്ധിക്കുക, സമാധാനത്തിൽ നിറയുക. ഇതൊക്കെ നമ്മെക്കുറിച്ച് ക്രിസ്തുവേശുവിൽ ദൈവേഷ്ടമാണ്. ഒരു ആഫ്രിക്കൻ പഴമൊഴിയുണ്ട്, ജ്ഞാനികളെല്ലാം അറിയാൻ ശ്രമിക്കാറില്ല, വിഡ്ഢികളാണ് എല്ലാം അറിയാനായിട്ട് ശ്രമിക്കുന്നത്. അപ്പോൾ ജ്ഞാനികൾ എന്താ ചെയ്യുന്നത്? ജ്ഞാനികൾക്ക് അറിവില്ലേ? ഉണ്ട്. ജ്ഞാനികൾ അറിയേണ്ടത് മാത്രം അറിയാൻ ശ്രമിക്കുകയുള്ളൂ. എല്ലാം അറിയാനുള്ളത് നമുക്കുള്ളതല്ല. ശലോമോൻ പറഞ്ഞു, ആകാശത്തിൻ്റെ കീഴേ ഉള്ളത് എല്ലാം അറിഞ്ഞു എന്ന്. എന്നിട്ട് അദ്ദേഹം പറയണ എല്ലാം മായയാണ്. അറിഞ്ഞു എന്ന് പറഞ്ഞാൽ അനുഭവിച്ചറിഞ്ഞു. 1000 കെട്ടി ജീവിതത്തിൽ സമ്പാദിക്കാവുന്നിടത്തോളം എല്ലാം സമ്പാദിച്ചു. ഒടുവിൽ ഇദ്ദേഹം ആസ്വദിച്ചത് തന്നെ ഇദ്ദേഹത്തിന് പരാജയത്തിലേക്ക് വീഴുവാൻ പോലും കാരണമായി തീർന്നു. ശലോമോന്റെ ആരംഭം നല്ലതായിരുന്നു. പ്രാർത്ഥന കൊണ്ട് ആരംഭിച്ചു. നല്ല കുടുംബത്തിൽ പ്രാർത്ഥിക്കുന്ന അപ്പൻ്റെ മകനായി ജനിച്ചവൻ, ദൈവവുമായിട്ട് കണക്ഷനിൽ ആരംഭിച്ചവൻ, അന്ത്യം വിഗ്രഹാരാധനയിൽ മൂക്കുകുത്തി വീണവൻ. അപ്പോൾ എല്ലാം അറിയാൻ, എത്ര വലിയ ജ്ഞാനിയാണെങ്കിലും എല്ലാം അറിയാൻ ശ്രമിക്കേണ്ട. അറിയേണ്ടത് അറിയുക. യേശുവിനെയാണ് അറിയേണ്ടത്. സത്യം അറിയണം. ഈ ലോകത്തുള്ള എല്ലാ കാര്യവും അറിഞ്ഞിട്ട് നമുക്ക് എന്നാ കിട്ടാനാ? നക്ഷത്രങ്ങളെക്കുറിച്ച് ആഴമായ പഠനം നടത്തിയിട്ട് നമുക്ക് എന്നാ ഗുണം? അത് ശാസ്ത്രത്തിന് ഗുണമുണ്ട്, ഇല്ലെന്നല്ല, നല്ല കാര്യമാണ്. നമ്മൾ അറിയേണ്ടതാണ് അറിയേണ്ടത്, എല്ലാ കാര്യങ്ങളുമല്ല. എല്ലാ കാര്യങ്ങളും അറിയാൻ പോകുക എന്ന് പറയുന്നത് ഒരു പിശാചിൻ്റെ തന്ത്രമാണ്. അറിയേണ്ടത് അറിയണം, അതാണ് ജ്ഞാനി. എല്ലാം അറിയുന്നത് വിഡ്ഢികളാണ്. അതുകൊണ്ട് പിശാച് ഇന്ന് ഭൂമിയിലുള്ള നല്ലൊരു ശതമാനം ജനങ്ങളെ വിഡ്ഢികളാക്കിയിരിക്കുകയാണ്. എന്താണ്? അറിയേണ്ട കാര്യം അറിയാതിരിക്കാൻ എല്ലാ കാര്യങ്ങളുടെ പുറകെ അവരെ ഓടിക്കുകയാണ്. നമ്മുടെ മൊബൈലിൽ, വാട്സാപ്പിൽ, ഫേസ്ബുക്കിൽ, ഇൻസ്റ്റഗ്രാമിൽ ഒക്കെ ഇങ്ങനെ ഓടി ഓടി വരുന്ന എല്ലാം നമ്മൾ അറിയാനുള്ളതല്ല. നമുക്ക് വേണ്ടത് മാത്രം നമ്മൾ സെലക്ട് ചെയ്യാവും. അങ്ങനെയുള്ള ജ്ഞാനികളായി, കർത്താവിൻ്റെ ജ്ഞാനമുള്ളവരായി ജീവിപ്പാൻ, കർത്താവിനെ കൂടുതൽ അറിയുവാൻ പൗലോസ് പറയുകയാണ്, ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ അല്ലാതെ മറ്റൊന്നും അറിയാത്തവനായി നിങ്ങളുടെ ഇടയിൽ ഇരിക്കാൻ ആഗ്രഹിക്കുന്നു. ഏറ്റവും പ്രധാനപ്പെട്ടത് അറിയണം, കർത്താവിനെ അറിയണം. 2 അധ്യായം ബൈബിൾ വായിക്കുന്നവരുടെ എണ്ണം ക്രിസ്ത്യാനികളുടെ കുറവാണ്. അമേരിക്കയിൽ ഒരിക്കൽ ഉണ്ടായ ഒരു സർവേയിൽ 60% ക്രിസ്ത്യാനികൾക്കും ദൈവമായിട്ട് ബന്ധമില്ലെന്ന്. ഒരു പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചതല്ല. പേരെന്താണ്? ക്രിസ്ത്യാനി. കർത്താവിനെ പോലെ ജീവിക്കാൻ വിളിക്കപ്പെട്ടവർ ആരുണ്ട്? ഏത് അടി, കൊലക്കേസ്, മോഷണം, എന്തിൻ്റെ പുറകിൽ ഒരു ക്രിസ്ത്യാനിയുടെ പേരുണ്ടാകും അല്ലേ? കർത്താവിന് എന്തൊരു അപമാനമാണ്. തിരിച്ചു വരണം. നമ്മൾ അറിയേണ്ടത് അറിഞ്ഞാൽ മതി. കർത്താവിനെ കൂടുതൽ അറിയുമ്പോൾ സ്ഥിതികളെല്ലാം മാറും. കർത്താവിൽ നമുക്ക് ആശ്രയിക്കാം. നമുക്ക് അപ്പോസ്തല പ്രവൃത്തിയിലെ 13-ാം അധ്യായത്തിൻ്റെ 22-ാം വാക്യം വരെ നമ്മൾ വായിച്ചു നിർത്തിയതാണ്. പൗലോസിനോട് ശബത്ത് നാളിൽ ദേവാലയത്തിലുള്ള അധികാരികൾ ചോദിച്ചു, സഹോദരന്മാരെ, പ്രബോധനം വല്ലതുമുണ്ടോ? ശബത്ത് നാളിൽ ന്യായപ്രമാണം വായിക്കും, പ്രവാചക പുസ്തകങ്ങൾ വായിക്കും. ഇത് വായിച്ചു കഴിഞ്ഞപ്പോൾ അവിടെ ആർക്കും പ്രസംഗിക്കാനൊന്നും അറിയില്ല, വെറുതെ വായനയാണ്. പഴയ നിയമം എന്ന് പറഞ്ഞാൽ മൊത്തം വായനയാണ്. ഇത് വായിക്കും, ഇത് വായിച്ച് കേൾക്കുമ്പോൾ ജനങ്ങൾ മാനസാന്തരപ്പെടാറുണ്ട്. എന്നാൽ പ്രസംഗം എന്നുള്ളത് ദൈവം ക്രിസ്തു ശിഷ്യന്മാർക്ക് കൊടുത്തതാണ്. പ്രസംഗം വല്ലതും ഉണ്ടോ, പ്രബോധനം വല്ലതുമുണ്ടോ എന്ന് ചോദിച്ചു. ഉടനെ പൗലോസ് എഴുന്നേറ്റു. ഇസ്രായേലിൻ്റെ ദൈവം പിതാക്കന്മാരെ തിരഞ്ഞെടുത്തു, അവരെ വഴി നടത്തി. ഇങ്ങനെ പറഞ്ഞ് ഒരു രാജാവിനെ ഇസ്രായേൽ ജനം ചോദിച്ചപ്പോൾ ശൗലിനെ കൊടുത്തു. അതിനുശേഷം ദാവീദിനെ വാഴിച്ചു.
തനിക്ക് ബോധിച്ച പുരുഷനായി കണ്ടു. അവൻ എൻ്റെ ഹിതമെല്ലാം ചെയ്യുമെന്ന് പറഞ്ഞു. 23-ാം വാക്യത്തിൽ അവൻ്റെ സന്തതിയിൽ നിന്ന് ദൈവം വാഗ്ദത്തം ചെയ്തതുപോലെ ഇസ്രായേലിന് യേശു എന്ന രക്ഷിതാവിനെ കൊടുത്തു. ഒരു രക്ഷകനെ കൊടുക്കുകയാണ്. ദൈവജനത്തെ കനാനിലേക്ക് കൊണ്ടുവന്നതും അവിടെ പാർപ്പിച്ചതും അവിടെ രാജാവിനെ കൊടുത്തതും എല്ലാം ഒരൊറ്റ കാര്യത്തിനാണ്: രക്ഷകനെ ഭൂമിയിലേക്ക് കൊണ്ടുവരിക. എത്രയോ വർഷങ്ങൾക്ക് മുമ്പേ ദൈവം ഗ്രൗണ്ട് വർക്ക് തുടങ്ങി. ദൈവം ഒരു പദ്ധതിയുടെ ദൈവമാണ്. ഒരു മനുഷ്യന്റെ ജീവിതം കൊണ്ട് ഒരു പദ്ധതി തീർക്കുന്നവനല്ല ദൈവം. ദൈവം ഒന്ന് ആരംഭിച്ചാൽ തലമുറ 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 കഴിഞ്ഞാലും തൻ്റെ പദ്ധതി തുടരും. അതിൻ്റെ അർത്ഥം നമ്മിലൂടെ തുടങ്ങുന്ന ഈ പദ്ധതിയില്ലേ, ഇത് അടുത്ത തലമുറയിലേക്ക് മാറാൻ പോവുകയാണ്. നമ്മൾ ആരംഭിച്ചതുകൊണ്ട് നമ്മൾ തന്നെ അവസാനിപ്പിക്കണമെന്നൊന്നുമില്ല. എന്നാൽ നമുക്ക് നമ്മുടേതായ പ്രതിഫലം ദൈവം തരും. നടുന്നവനും നനയ്ക്കുന്നവനും ഒക്കെ കൂലി കർത്താവ് തരും. ഉടമസ്ഥൻ കർത്താവാണ്, വളരുമാറാക്കുന്ന കർത്താവാണ്. കർത്താവ് ആദാമിൻ്റെ വീഴ്ചയിൽ അന്ന് തന്നെ പറഞ്ഞു, സ്ത്രീയുടെ സന്തതി സർപ്പത്തിൻ്റെ തല തകർക്കുമെന്ന്. ആദാമിന് ഹൗവയ്ക്കും ഒരു കുഞ്ഞാടിനെ അറുത്ത് അവർക്ക് ഉടുപ്പൊക്കെ ഉണ്ടാക്കി കൊടുത്തു. അവരുടെ നഗ്നതയെല്ലാം മറച്ചു. ഇവർക്ക് എന്ത് ചെയ്യാനാണ്? ഇവർക്കൊന്നും ചെയ്യാൻ അറിയില്ല. എന്നിട്ട് കർത്താവ് തന്നെ പറഞ്ഞു, ഞാൻ ഇതിനൊരു പരിഹാരം വരുത്തും. അവരേറ്റു പറഞ്ഞതുകൊണ്ടോ അവർ ക്ഷമ ചോദിച്ചതുകൊണ്ടോ അല്ല. അവരവിടെ കർത്താവെ എന്നോട് ഞങ്ങൾക്ക് ഒരു അബദ്ധം പറ്റിപ്പോയെന്നൊരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ കാര്യങ്ങൾ മാറിപ്പോകും. നീ എനിക്ക് കൂട്ടായി തന്ന ഈ സ്ത്രീ എന്നെ ചതിച്ചു. സ്ത്രീ പറഞ്ഞു, ഈ പാമ്പ് എന്നെ ചതിച്ചു. പാമ്പ് ഒന്നും മിണ്ടിയില്ല. കുറച്ചും കൂടി ആ കൂട്ടത്തിൽ ഭേദം പാമ്പാണെന്ന് തോന്നുന്നു. ബാക്കി എല്ലാവരും പഴിചാരുന്നവരാണ്. എന്നാൽ കർത്താവ് ഇവരുടെ പ്രകൃതിയെല്ലാം അറിയുന്നു. രക്ഷപ്പെടാൻ വേണ്ടി കിടന്ന് പറയുന്നതാണ്. എന്നാൽ കർത്താവെ ഒരു അബദ്ധം പറ്റിപ്പോയി എന്ന് പറഞ്ഞിരുന്നെങ്കിൽ അന്ന് തന്നെ ഒരു പരിഹാരത്തിൻ്റെ വേഗത കൂടുമായിരുന്നു. ഇതിപ്പോൾ പതുക്കെ 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 തലമുറകളിലേക്ക് കയറി 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 ജനറേഷൻ ഇങ്ങനെ വർദ്ധിച്ച് വർദ്ധിച്ച് ഭൂമി മുഴുവൻ പെരുകി നിറഞ്ഞിട്ട് അതിൻ്റെ നടുവിലാണ് അപ്പോഴേക്കും ഇസ്രായേൽ ജനത്തെയും ഒരു വലിയ സമൂഹമാക്കി. അവർക്ക് വേണ്ടി വേണ്ടതെല്ലാം ചെയ്തു. അവർക്കൊരു രാജാവിനെ കൊടുത്തു. ആ കുടുംബത്തിൽ നിന്ന് മശിക എന്ന രക്ഷകനെ കൊടുക്കുന്നു. ലോക ജനതയ്ക്ക് മുഴുവനുമായിട്ട് ഏക രക്ഷകനെ, സ്വർഗത്തിൽ നിന്ന് വചനമായവനെ തന്നെ ജഡമാക്കി ഭൂമിയിലേക്ക് അയക്കുന്നതാണ്. ഒരു കന്യക ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിച്ച് ഇമ്മാനുവേൽ എന്ന പേരിലേക്ക് വരുന്നതാണ് ഈ ഭൂമിയിലുള്ള ഏറ്റവും വലിയ ചരിത്രം. ദൈവത്തിൻ്റെ പ്ലാൻ, ദൈവത്തിൻ്റെ പദ്ധതി. 24-ാം വാക്യം, അവന്റെ വരവിന് മുമ്പേ യോഹന്നാൻ ഇസ്രായേൽ ജനത്തിന് ഒക്കെയും മാനസാന്തരത്തിന്റെ സ്നാനം പ്രസംഗിച്ചു. യോഹന്നാന്റെ ജീവകാലം തികയാറായപ്പോൾ, നിങ്ങൾ എന്നെ ആരെന്ന് നിരൂപിക്കുന്നു? ഞാൻ മശികയല്ല, അവൻ എൻ്റെ പിന്നാലെ വരുന്നു, അവൻ്റെ കാലിലെ ചെരുപ്പഴിപ്പാൻ ഞാൻ യോഗ്യനല്ല എന്ന് പറഞ്ഞു. പൗലോസ് പ്രസംഗിക്കുകയാണ്, ഞാനല്ല. ജനങ്ങളെല്ലാം യോഹന്നാന്റെ ചുറ്റും വന്നപ്പോൾ, ഞാൻ വഴിയൊരുക്കുന്നവൻ മാത്രമാണ്. സഹോദരന്മാരെ, അബ്രഹാം വംശത്തിലെ മക്കളും അവരോട് ചേർന്ന ദൈവഭക്തന്മാരായുള്ളവരെ, നമുക്കാകുന്ന ഈ രക്ഷാവചനം അയച്ചിരിക്കുന്നത്. യെരൂശലേം നിവാസികൾ അവരുടെ പ്രമാണികളും അവനെ ശബത്ത് തോറും വായിച്ചു വരുന്ന പ്രവാചകന്മാരുടെ വചനങ്ങളെയോ തിരിച്ചറിയാതെ അവനെ ശിക്ഷയ്ക്ക് വിധിക്കുകയാൽ അവയ്ക്ക് നിവൃത്തി വരുത്തി. മരണത്തിനൊരു ഹേതുവും കാണാഞ്ഞിട്ടും അവനെ കൊല്ലണമെന്ന് അവർ പീലാത്തോസിനോട് അപേക്ഷിച്ചു. രക്ഷകൻ വന്നു, പ്രശ്നത്തിന്റെ പരിഹാരകൻ വന്നു, വീണ്ടെടുപ്പുകാരൻ വന്നു, ദൈവത്തിന്റെ പദ്ധതിയിലേക്ക് വന്നു. ഇത് തിരിച്ചറിയാതെ സ്വന്തത്തിലേക്ക് വന്നു. സ്വന്തമായവരോ അവനെ കൈക്കൊണ്ടില്ല. പരിഹാരകൻ വന്നിട്ടും പരിഹാരകനെ മനസ്സിലാക്കാൻ കഴിയാത്ത ഒരു കൂട്ടം ജനം. അടുത്തത്, അവനെക്കുറിച്ച് എഴുതിയിരിക്കുന്നതൊക്കെയും തികച്ച ശേഷം അവരവനെ മരത്തിൽ
നിന്ന് ഇറക്കി ഒരു കല്ലറയിൽ വെച്ചു. ദൈവമോ അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു. ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു. ഭൂമിയിൽ വെച്ച് നടന്നതിൽ ഏറ്റവും വലിയ ദൈവപ്രവൃത്തി. ഏലിയാവും ഏലീശയൊക്കെ മരിച്ചയാളെ ഉയർപ്പിച്ചിട്ടുണ്ട്. നമുക്ക് ആ ചരിത്രങ്ങൾ അറിയാം, രാജാക്കന്മാരുടെ പുസ്തകത്തിലുണ്ട്. എന്നാൽ അവർ പിന്നീട് മരിച്ചു. യേശു ലാസറിനെ ഉയർപ്പിച്ചു, ലാസർ മരിച്ചു. ആ വിധവയുടെ മകനെ ഉയർപ്പിച്ചു, കുറെ കാലം കഴിയുമ്പോൾ അദ്ദേഹവും മരിച്ചു. ഒരു 12 വയസ്സുകാരി ഉയർപ്പിച്ചു, അവളും മരിച്ചു. എന്നാൽ യേശു മരണത്തിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു. അതാണ് വിശ്വസിക്കുന്നവരുടെ പ്രത്യാശ. അതായത് മരണത്തിനപ്പുറം ഒരു ജീവിതമുണ്ടെന്ന് കാണിക്കാൻ മരിച്ച് ഉയർത്തെഴുന്നേറ്റ ശേഷം 500-ലധികം പേർക്ക് പ്രത്യക്ഷനായി. താനിതാ ജീവനോടെ ഇരിക്കുന്നു. നിങ്ങളുടെ കയ്യിൽ എന്തുണ്ട് കഴിക്കാൻ? ഭൂതങ്ങൾക്ക് ഇതുപോലെ അസ്ഥിയും മാംസവും ഇല്ലല്ലോ, എനിക്ക് കഴിക്കാൻ എന്തെങ്കിലും തരൂ. അപ്പവും തെൻകട്ടയെല്ലാം കൊടുത്തു. യേശു അവർ കാണുകയെ കഴിച്ചു. കഥകടച്ചിരുന്നപ്പോൾ അവരുടെ നടുവിൽ വന്ന് നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞിട്ട് കർത്താവ് അവർ കാണുകെ ഏറ്റവും ഒടുവിൽ കർത്താവ് അപ്രത്യക്ഷമാകുകയല്ല, കഥകടച്ചിരിക്കുമ്പോൾ പ്രത്യക്ഷനായി. എമ്മൂസിലേക്ക് പോകുന്ന ശിഷ്യന്മാരുടെ മുമ്പിൽ അപ്രത്യക്ഷനായി. ഇതെല്ലാം നമ്മൾ കാണുന്നു. എന്നാൽ ഇവരെയെല്ലാം ഒലിവുമലയിൽ കൊണ്ടുപോയിട്ട് ഇവർ നോക്കി നിൽക്കെ യേശു മുകളിലേക്ക് ഉയർന്നു പോയി, ആരോഹണം ചെയ്തു. 2 വെള്ളവസ്ത്രധാരികൾ വന്നിട്ട് ഈ മുകളിലോട്ട് നോക്കി നിൽക്കുന്നവരോട് പറഞ്ഞു, നിങ്ങളെന്തിനാ മുകളിലോട്ട് നോക്കി നിൽക്കുന്നത്? ഈ പോയ യേശു പോയതുപോലെ, ഈ ആരോഹണം ചെയ്ത യേശു പോയതുപോലെ തിരിച്ചു വരും. ലൂക്കോസിന്റെ സുവിശേഷം ഏറ്റവും ഒടുവിലും ഒക്കെ നമ്മൾ കാണുന്നത്, അപ്പോസ്തല പ്രവൃത്തി 1-ലും കാണുന്നത്, അവർ ഭയങ്കര സന്തോഷത്തോടെ ദേവാലയത്തിലേക്ക് പോയി കർത്താവിനെ പാടി സ്തുതിച്ചുകൊണ്ടിരുന്നു. അവർക്ക് വലിയ സന്തോഷമുണ്ടായി. ഈ പോയ യേശു ഇനിയും തിരിച്ചു വരും. മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റു. മരണത്തിനപ്പുറമുള്ളൊരു ജീവിതമുണ്ട്. ഇതിനെ പറയുന്ന പേരാണ് രക്ഷിക്കപ്പെടുക. രക്ഷിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ കടം മാറുകയല്ല. രക്ഷിക്കപ്പെടുക എന്ന് പറയുന്നത് ഇപ്പോഴുള്ള പ്രശ്നത്തിൽ നിന്ന് പുറത്തു വരുന്നതല്ല, മരണമെന്ന പ്രശ്നത്തിൽ നിന്ന് വരെയും പുറത്തു വരാൻ കഴിയുന്നതാണ് രക്ഷ. ഇത്ര വലിയ രക്ഷ, മരണത്തിൽ നിന്ന് വരെ പുറത്തു വരാൻ കഴിയും. പാപത്തിൽ നിന്ന്, ശാപത്തിൽ നിന്നും, ബന്ധനത്തിൽ നിന്നും, എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും പുറത്തു വരാൻ കഴിയുന്ന രക്ഷയാണ് യേശു ക്രിസ്തു മുഖാന്തരം ഉണ്ടാകുന്നത്. ശബത്ത് നാളിൽ പ്രബോധനം വല്ലതും ഉണ്ടോ സഹോദരന്മാരെ എന്ന് ചോദിച്ചപ്പോൾ കിട്ടിയ ചാൻസിൽ ന്യായപ്രമാണത്തിലൂടെ അവർ വായിച്ച ഭാഗത്ത് നിന്ന് യേശുവിനെ കുറിച്ച് കൊണ്ടുവന്നു. എന്നിട്ട് യേശു ക്രിസ്തുവിൻ്റെ രക്ഷയെ പറഞ്ഞു. കാരണം ന്യായപ്രമാണത്തിലൂടെ വരാതെ യഹൂദൻ ഇത് അംഗീകരിക്കില്ല. അതുകൊണ്ട് ആ ന്യായപ്രമാണത്തിൽ കൂടിയും പ്രവാചക പുസ്തകത്തിലൂടെയും കടന്നു വന്ന് യേശുവിനെ തെളിയിച്ചു. എല്ലാവർക്കും എല്ലാമാകുന്ന ഒരു പൗലോസിനെയും കൂട്ടരെയും നമുക്ക് കാണാം. വേദപുസ്തകവുമായി നല്ല പരിചയവും ധ്യാനശേഷിയും 24 മണിക്കൂറും കർത്താവുമായിട്ട് ബന്ധവും സ്ഥാപിച്ച് ഈ പൗലോസൊക്കെ എവിടെ ചെന്നാലും ഒരു പഴുതിലൂടെ കർത്താവിനെ പറയാനുള്ള ചാൻസുകളെ ഉണ്ടാക്കുമായിരുന്നു. ജീസസ് എവരിഡേ ശ്രദ്ധിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവർ, നിങ്ങളുടെ വിളിയും തെരഞ്ഞെടുപ്പും അറിയണം. ഒത്തിരി പേർക്ക് കടക്കാരാണ്, ഒത്തിരി പേർക്ക് കൊടുക്കാനുണ്ട്. ആ കടം എന്താണ്? യേശുവിനെ കൊടുക്കണം. അത് കൊടുക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. യേശുവിനെ കുറിച്ച് വ്യക്തമായി പറയാൻ പഠിക്കട്ടെ. നമ്മുടെ കുടുംബങ്ങളെല്ലാം ഈ മരണാനന്തര നിത്യജീവനിലേക്ക് വരണം. ഈ പോയ യേശു ഇതുപോലെ തന്നെ തിരിച്ചു വരും. പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങയുടെ വരവിന് മുമ്പ് അങ്ങയുടെ വേലയെ തികയ്ക്കുവാൻ ഞങ്ങളെ തിരഞ്ഞെടുത്തതിനായി നന്ദി. ഞങ്ങളെ ഏൽപ്പിച്ച ജോലി ചെയ്യാൻ ഞങ്ങളെ ശക്തീകരിക്കണം. കർത്താവിൻ്റെ കൃപ ഞങ്ങളുടെ മേൽ പകരണം. പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തി ഞങ്ങളിലൂടെ വെളിപ്പെടുത്തണം. കർത്താവിൻ്റെ ആത്മാവിൽ ഞങ്ങളെ നയിക്കണം. ഇത് കേൾക്കുന്നവർക്കെല്ലാം സുവിശേഷം അറിയിക്കുവാനുള്ള
ശക്തിയും കൃപയും പാഷനും കൊടുക്കണമേ. സൗഖ്യം, വിടുതൽ ഇവരുടെ മേൽ വരട്ടെ. യേശുവിലൂടെയുള്ള എല്ലാവിധ അനുഗ്രഹങ്ങളും ഈ മക്കളുടെ മേൽ വരട്ടെ, യേശുവിൻ നാമത്തിൽ. ആമേൻ. കർത്താവിൽ നമുക്ക് ബലപ്പെടാം. നാളെ ഇതേ സമയത്ത് നമുക്ക് വീണ്ടും ഈ ജീസസ് എവരിഡേ പ്രാർത്ഥനയിൽ വരാം. ഈ പ്രോഗ്രാം നിങ്ങൾക്ക് പ്രയോജനമാകുന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഈ കൂട്ടായ്മയ്ക്ക് നിങ്ങളുടെ കൈത്താങ്ങൽ ആവശ്യമാണ്. നിങ്ങളുടെ പ്രാർത്ഥനകൾ കമൻറ്റ് ബോക്സിൽ ഇടണം. ഇംഗ്ലീഷിലോ മലയാളത്തിലോ ഞങ്ങളത് എടുത്ത് പ്രാർത്ഥിക്കുന്നതാണ്. കർത്താവ് അനുഗ്രഹിക്കട്ടെ. നാളെ ഇതേ സമയത്ത് കാണാം. God bless you. Hallelujah. 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 Praise the Lord. Hallelujah. 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 Praise the